പഠിക്കുന്ന സബ്ജക്റ്റ് മനസ്സിലാവും. പവർ സിമ്പിള് നിങ്ങൾക്ക് സിമ്പിൾസ് ചിഹ്നങ്ങൾ തരും. മന്ത്ര, യന്ത്ര, തന്ത്ര. അതായത് മന്ത്രശക്തി കൊണ്ട് നമ്മുടെ എനർജി ലെവൽ കൂട്ടാനും, മന്ത്രശക്തി കൊണ്ട് നമ്മുടെ എനർജി ലെവൽ കൂട്ടാനും ഇതിൽ നമുക്ക് സിമ്പിൾസ് തരുന്നത് ഹുങ്കാര എന്ന ഹും എന്ന സിമ്പിള് നിങ്ങൾക്ക് ലഭിക്കും. അതായത് കാളിയുടെ ശക്തിയാണ്, അല്ലെങ്കിൽ കാളിയുടെ ഊർജമാണ്. അതേപോലെ ബഗ്ലാമുഖി ദേവി എന്ന് പറയും. ബഗ്ലാമുഖി ദേവിയുടെ ഹ്ലീം, ഹലീം എന്നാണ് പൊതുവെ പറയുക, പക്ഷെ ഹ്ലീം എന്നാണ് രഹസ്യനാമം. ആ സിമ്പിളും നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ വേറെ 3 സിമ്പിൾസ് കൂടി അഡീഷണൽ ആയിട്ട് ലഭിക്കും. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അതിനുള്ള തടസ്സം നീക്കം ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അതിനുള്ള മന്ത്രശക്തി അല്ലെങ്കിൽ അതിന്റെ വൈബ്രേഷൻ, ലക്ഷക്കണക്കിന് പവറുള്ള ആ വൈബ്രേഷൻ നിങ്ങളുടെ ഉള്ളിൽ സ്ട്രെങ്തൻ ചെയ്യും, സ്ട്രോങ് ആക്കും. അപ്പൊ നമ്മളൊരു സാധന കൂടി ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ചൈതന്യത്തെ കൂടി നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫ് കൂടുതൽ സക്സസ് ആവും. അപ്പൊ പുതിയൊരു അനുഭവം തന്നെയാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ പോലെ നമ്മളിലേക്ക് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഊർജം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? കൂടുതൽ ശാന്തി, റിലാക്സേഷൻ, ചാനലൈസേഷൻ കൂടി നടക്കും. ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, സ്റ്റാർട്ട് ചെയ്തോ. അപ്പൊ ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കുകയാണ്. എന്താണ് ഹുങ്കാര വിത്ത് ഹലീം നിങ്ങൾ പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് മെച്ചം എന്നുള്ളത്. മെന്റലി കപ്പാസിറ്റി നിങ്ങളുടെ അത് കൂട്ടും. മാനസികമായ കപ്പാസിറ്റി കൂടുന്നതോടുകൂടി എന്ത് സംഭവിക്കും? നമുക്ക് കൂളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്തിനാ വെച്ചാൽ അറിയിക്കുന്നു വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഈ പഠനത്തിലൂടെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു, നിങ്ങളിൽ എന്ത് സംഭവം സംജാതമാകും. അപ്പോൾ ബ്രെയിൻസ് കപ്പാസിറ്റി കൂടുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ബാഡ് കർമ്മ, നമ്മുടെ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബാഡ് കർമ്മ മാറി അവിടെ ഗുഡ് കർമ്മ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഡിവൈൻ ഗൈഡ്, ദൈവികമായ അനുഗ്രഹം നമുക്ക് വർഷിക്കപ്പെടും. നമ്മുടെ പേടി, ഉൾഭയം മാറാൻ തുടങ്ങും. ബോഡിയിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ മറ്റുള്ളവർ ചെയ്തതായാലും നമുക്ക് സ്വയം കിട്ടിയതായാലും മാറാൻ തുടങ്ങും. നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഹാപ്പി ഹോർമോണുകളുണ്ട്, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും, ഹാപ്പി ഹോർമോൺ. അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുക? ഡാമേജ് ആയ സെല്ലുകൾ റീക്രിയേറ്റ് ചെയ്യപ്പെടും. സെൽസ് രോഗം വരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? സെൽസുകൾ ഡാമേജ് ആവുന്നത്. അപ്പൊ ഇവിടെ സെൽസ് ആക്ടിവേറ്റ് ആവും. അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. നമ്മൾ ടാർഗറ്റ്, നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നടക്കും. അതേപോലെ കമ്മ്യൂണിക്കേഷനും ബൂസ്റ്റ് ആവും. ഇവരോട് സംസാരിക്കാനും വ്യക്തതയുണ്ടാവും. നമ്മൾക്ക് ജീവിതത്തിൽ ബിസിനസ് ആയാലും ജോലി ആയാലും ജീവിതത്തിലെ ഏത് മേഖലയിലും കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവും. വ്യക്തതയോട് സംസാരിക്കാൻ പറ്റും. നമ്മുടെ ഭാവന, റിലേഷൻഷിപ്പ്, മണി, ഇന്നർ പീസ്, വെൽനസ്, ഇമ്മ്യൂണിറ്റി, ബോഡി, അതേപോലെ പ്രൊട്ടക്ഷൻ, അതെല്ലാം നമ്മൾ സ്ട്രെസ് ലെവലൊക്കെ കുറയാൻ തുടങ്ങും, റിലീസ് ചെയ്യാൻ പറ്റും. ഫൈനാൻഷ്യൽ ബ്ലോക്കേജ് ഒക്കെ മാറാൻ തുടങ്ങും. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ കാർമിക് ബ്ലോക്കേജ്, സൈക്കിക് അറ്റാക്സ്, മറ്റുള്ള നെഗറ്റീവ് എനർജി അറ്റാക്കുകൾ, അത് നമ്മൾ ഈ മന്ത്ര, ഇതിൽ തന്നെയുള്ള മന്ത്ര ശാന്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മന്ത്ര നമ്മൾ ജപിക്കുമ്പോൾ ക്ലീനിങ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യപ്പെടും. അതിലൂടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൂക്ക് ശ്രദ്ധിക്കുക. ഇട പിങ്കള നാടിയുണ്ട്, ഇടത് സൈഡ്, വലത് സൈഡ്. അപ്പൊ ഈ നാഡിയിൽ നമ്മൾ ഓട്ടോമാറ്റിക് ബ്രീത്തിങ് വേറെ രീതിയിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയും? ആ ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വർഷിക്കാൻ തുടങ്ങും. പുതിയൊരു ജീവിതം കിട്ടിയ പോലെ പുതിയൊരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലേക്ക് ഉണരാൻ തുടങ്ങും. അപ്പൊ ആ രീതിയിലുള്ള ഒരു ടെക്നിക്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന ലെവൽ നമ്മൾ ഇന്നലെ പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ശരിക്കും ഇതില് പവർ സിമ്പിൾ ആണ് പഠിക്കുന്നത്. ഏറ്റവും പവർഫുൾ ആയ ഒരു സിമ്പിൾ ആണ്. അതിന്റെ പ്രത്യേകത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ ഏത് പഠിക്കും? പിന്നെ കാളിയെ പറ്റി പഠിക്കും. എന്താണ് കാളി, എന്താണ് ബഗ്ലാമുഖി, ഇവരെന്താണ്, ഇവരിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്. അപ്പൊ ഹുങ്കാര സിമ്പിൾ, അതൊരു വൈബ്രേഷൻ തന്നെയാണ്. ഈ സിമ്പിൾ പറയുമ്പോൾ തന്നെ, ഹുങ്കാരം നമ്മൾ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഹലീം എന്നത് ക്ലീം എന്ന് ബഗ്ലാമുഖിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി വരാൻ തുടങ്ങും.
അല്ലെങ്കിൽ ആ പിക്ചർ, കാളിയുടെ ഒരു പിക്ചർ, ബഗലാമുഖിയുടെ പിക്ചർ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ഒരു എനർജി വൈബ് നിങ്ങളിലേക്ക് എത്താൻ തുടങ്ങും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഒരു ഇനീഷ്യേഷൻ നടക്കും. നിങ്ങളിലേക്ക് എനർജി പാസ് ചെയ്യാൻ തുടങ്ങും. അതിനെ ഇനീഷ്യേഷൻ എന്ന് പറയും, അറ്റ്യൂൺമെന്റ് എന്ന് പറയും. പിന്നെ അതേപോലെ ഒരു 21 ദിവസം ചെയ്യേണ്ട സിദ്ധീകരണം, സിദ്ധി ഉണ്ടാക്കിയെടുക്കുക. അതും ഈ കോഴ്സിൽ നിങ്ങൾ പഠിപ്പിക്കും, നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ. അപ്പൊ ഹുങ്കാര വിത്ത് ഹലീം വളരെ ഈസി മെത്തേഡാണ്. അത് മന്ത്ര വൈബ്രേഷൻ ആണ്. ഇത് ശരീരത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ അതായത് ഒരുപാട് 3,60,000 മന്ത്രങ്ങളുടെ ഊർജശക്തിയാണ് ഈ ഹുങ്കാര മന്ത്രത്തിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോ ഇതില് ക്ലീം അല്ലെങ്കിൽ ബഗലാമുഖിയുടെ മന്ത്രം 1,60,000 വൈബ്രേഷൻസ്. ഇത്രയും വൈബ്രേഷൻസ് മന്ത്രം അത്ര വലുതാണ്. അത് മാത്രമല്ല ആ സിമ്പിൾസ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, നമ്മുടെ തേർഡ് ഐയിലൂടെ നമ്മളത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ എനർജി ലെവൽ വലുതാവും. നമ്മുടെ ഓറ, നമ്മുടെ ചക്രങ്ങൾ ഒക്കെ വലുതാവാൻ തുടങ്ങും. ചക്രങ്ങൾ വലുതാവുമ്പോൾ എന്ത് സംഭവിക്കും? പുറത്തുള്ള പോസിറ്റീവ് വൈബിനെ, പണത്തെ, സന്തോഷത്തെ, സമാധാനത്തിനെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത് എന്ത് ചെയ്യും? നമ്മുടെ നെഗറ്റീവ് എനർജിനെ റിമൂവ് ചെയ്യാനും തുടങ്ങും. നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ലോവർ ഇമോഷൻസുകൾ, ബന്ധനങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ബന്ധനങ്ങൾ അപ്പൊ തനിയെ പൊട്ടാൻ തുടങ്ങും. അപ്പൊ ചിലർ പറയുന്നതൊക്കെ കൈവിഷം, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ നെഗറ്റീവ് പ്രോഗ്രാം, അതൊക്കെ പൊട്ടാൻ തുടങ്ങും. എലിമിനേറ്റ് ചെയ്യും. ഈ മന്ത്ര എനർജി, സിമ്പിൾ എനർജി, ഡിവൈൻ എനർജി എല്ലാം കൂടിയിട്ടുള്ള ഒരുമിച്ചുള്ള ഈ 2 സിമ്പിൾസ് വെച്ച് തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കറക്റ്റ് ചെയ്യാം. അതിന് അഡീഷണൽ ആയിട്ട് 3 സിമ്പിൾസ് കൂടി നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ എല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഹൈലി പവർഫുൾ ആയ ഒരാളായിട്ട് മാറും. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. അതായത് നമ്മുടെ ചക്രാസ്, മെർഡിയൻസ് ആണ്. ഈ ചക്ര വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അറിയാലോ? ക്ലോക്ക് വൈസ് ആയിട്ട് വർക്ക് ചെയ്യും, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇതില് നമ്മുടെ ഹെർട്ട് ചക്ര എന്താണ് ചെയ്യുന്നത്? ലവ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹെർട്ട് ചക്ര പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ലവ് എനർജിയാണ്. അപ്പൊ ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇടനാടി, പിംഗളനാടി ഉണ്ട്. ഇടത് സൈഡ് വലത് സൈഡ് പിംഗളനാടി ഉണ്ട്. അതിന് നടുവിൽ എന്താണ്? നട്ടലിന്റെ മധ്യഭാഗത്ത് സൂക്ഷ്മനാടിയാണ്. അപ്പൊ ഈ സൂക്ഷ്മ ശരീരത്തില്, സബ്സ്റ്റൽ ബോഡിയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും? മെന്റൽ പവർ, മാനസികമായ പവർ ക്രിയേറ്റ് ചെയ്യപ്പെടും, ബൂസ്റ്റ് ചെയ്യപ്പെടും. നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യും. മെമ്മറി പോയിന്റ് ഒക്കെ ശരിക്കും ബ്രെയിൻ ഫ്രീക്വൻസി കറക്റ്റ് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അപ്പൊ നമ്മുടെ മെമ്മറി കപ്പാസിറ്റി കൂടാൻ തുടങ്ങും. ബ്രെയിൻ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഡാമേജ് സെല്ലുകളൊക്കെ എന്താവും? റിമൂവ് ചെയ്യപ്പെടും. ഓട്ടോമാറ്റിക് ഫില്ലിംഗ് എന്താവും? പുതിയ സെല്ലുകൾ, ന്യൂ സെൽസുകൾ പ്രൊവൈഡ് ചെയ്യപ്പെടും. അപ്പൊ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക് നമുക്ക് ക്ലാരിറ്റി കിട്ടും, ശാന്തമാവും, റിലാക്സ്ഡ് ആവും. അപ്പൊ ഇത് നമ്മളിൽ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് മാറും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുന്നത്, മനസ്സിലാക്കി തരുന്നത് മാ കാളി എന്നുള്ളതാണ്. എന്താണ് കാളി? അപ്പൊ കാളി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. കാളിയുടെ രൂപം തന്നെയാണ് അത്. ഈ പാർവതിയുടെ, ശിവൻ തന്നെയാണ്, ശിവന്റെ ചൈതന്യം തന്നെയാണ് കാളി. ശിവനും പാർവതിയും. പാർവതിയുടെ വേറൊരു രൂപമാണ് കാളി, വേറൊരു രൂപമാണ് ദുർഗ, ശക്തി. ഇതിന്റെയൊക്കെ ഒരു പ്രതീകങ്ങളാണ്. ഈ കാളി ശക്തി എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും? നെഗറ്റീവ് എനർജിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ എന്താണത്? മഹാവിദ്യയാണ് കാളി. അപ്പൊ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാളിയുടേത് ദശമഹാവിദ്യയിൽ വരുന്ന ദേവിയാണ്. 10 തലത്തിലുള്ള 10 രീതിയിലുള്ള ഭാവങ്ങളാണ് കാളിയിൽ നമുക്ക് കാണാനുള്ളത്. അപ്പൊ മഹാകാളി എന്താണ്? ഓരോരോ കാളിക്കും ഓരോരോ പേരുണ്ട്. കളിയിൽ തന്നെ പല പല വേർഷൻസ് ഉണ്ട്. ഈ രാക്ഷസന്മാരിൽ അതിന്റെ ഹെഡ് രക്തബീജനാണ്. രക്തബീജനെ കൊന്ന് കാളി വരുന്ന ആ സമയത്തുള്ള അട്ടഹാസം അല്ലെങ്കിൽ രൗദ്രഭാവം, അതാണ് ഹുങ്കാരം. മഹാകാളിയുടെ രൂപം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാളി ഉപാസകര് പ്രാർത്ഥിക്കുന്നത് അമാവാസിയിലാണ്. അതായത് ഇരുട്ട്, ആ ഒരു അവസ്ഥയിലാണ് അവർ. കാരണം കാളി ഇരുട്ടാണ്, രാത്രിയാണ്, ഇരുട്ടാണ്, അത്രയും ശക്തമാണത്. അപ്പൊ എന്താണത്? നിങ്ങൾക്ക് കൽക്കട്ടയിലെ ശക്തിപീഠ് എന്ന സ്ഥലത്ത് അറിയാം. അവിടെയാണ് ഈ കാളിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ശക്തിപീഠ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ദുഷ്ടാത്മാക്കളിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദുഷ്ടശക്തികള്, നെഗറ്റീവ് ഫോഴ്സുകള് എത്ര ശക്തമായാലും അതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ
കാളിയെ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ആ കാളി ഊർജത്തെ കണക്ട് ചെയ്താൽ, സാധന ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്ന് മോചനം കിട്ടുന്നു. ഈ ദേവിയെ പ്രാർത്ഥിച്ചാൽ ഈ കാളി രൂപത്തെ, എന്താണ് കാളി രൂപം? കാളി രൂപം എന്ന് വെച്ചാൽ ഇരുട്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇരുട്ടാണ്, പക്ഷെ ഇരുട്ടിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഫോഴ്സാണ് കാളി. കാളിയിൽ തന്നെ ദക്ഷിണ കാളിയുണ്ട്, പല പല കാളികളുണ്ട്. കുറച്ച് കാളികളെ പറ്റി, കുറച്ച് എനർജിയെ പറ്റി ഞാനൊന്ന് പറയാം. ദക്ഷിണ കാളി എന്ന് വെച്ചാൽ മൃത്യുദേവത അല്ലെങ്കിൽ പേടി, യമരാജൻ, നമ്മൾ മരണം, സൗത്ത്, അതായത് മരണത്തെ പേടിക്കുന്നവർ, മരണത്തെ എപ്പോഴും പേടിക്കുന്ന ആളുകളുണ്ട്, അവര് പ്രാർത്ഥിക്കേണ്ട ഒരു ദേവിയാണ് കാളി. ആ കാളി എന്താ വെച്ചാൽ റൈറ്റ് ഫുട്ട് ആയിരിക്കും, വലത് കാലായിരിക്കും മുന്നിലേക്ക് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തത് വാമകാളി എന്ന് പറയും. വാമകാളി എന്താണ് പ്രത്യേകത? ലെഫ്റ്റ് ഫുട്ട് ആയിരിക്കും, ഇടത് കാലായിരിക്കും കളി മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഇമോഷണൽ, വികാരപരമായിട്ടും, ഫിയർ, പേടി, ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ കഴിവില്ലാത്തവര് പ്രാർത്ഥിക്കേണ്ട ഒരു ദേവിയാണ് വാമകാളി എന്നുള്ളത്. ഇടത് സൈഡാണ് ആ കളിയുടെ കൂടുതൽ പ്രവൃത്തിയിലേക്ക് വരിക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൗത്ത്, അതായത് ദക്ഷിണകാളി സൗത്ത് ആണ്, വാമകാളി എന്ന് വെച്ചാൽ ലെഫ്റ്റ് ആണ്. പിന്നെ സമരകാളി എന്നുണ്ട്. സമരകാളി എന്ന് വെച്ചാൽ പൂജ ചെയ്യാനുള്ളവർക്ക് പവർ കിട്ടും. എന്താ വെച്ചാല് എപ്പോഴും മാനസികമായി ഡിസ്റ്റർബൻസ് ഉള്ളവർ, ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല, തകർച്ച നേരിടുന്നവർ വിളിക്കേണ്ട കാളിയാണ് സമരകാളി. ഈ കാളിയെ പ്രാർത്ഥിച്ചാൽ സിദ്ധി നേടുമെന്നാണ് പറയുക. അതേപോലെ രക്ഷകാളി, ഭദ്രകാളി, അങ്ങനെ ഒരുപാട് ഫോമില് കാളികളുണ്ട്, പല പല വെറൈറ്റി ഓഫ് കാളികളുണ്ട്. അത് അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളിവിടെ പ്രത്യേകമായി നോക്കുന്നത് കാളിയാണ്. ആ കാളിയുടെ മന്ത്രമാണ് ഹും എന്നുള്ളതാണ്, ഹുങ്കാരം. ആ ഒരു അട്ടഹാസത്തോടു കൂടി കാളി വരുന്ന ആ ഒരു എനർജി ഫോമാണ് ഹുങ്കാരം എന്നുള്ളത്. ഇതിനെപ്പറ്റി ഗരുഡതന്ത്രത്തില്, ഗരുഡ പുരാണത്തില് ഹുങ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. രണ്ട് ശബ്ദമാണ്, ഹും എന്ന ശബ്ദം, രണ്ട് വേർഡുകൾ ചേർന്നാണ് ഹുങ്കാരം. അപ്പൊ ഈ ഹുങ്കാരം ഒരു ധ്വനിയാണെന്ന് പറയും, ഒരു ശബ്ദമാണ്. ആ ശബ്ദം എന്താണ്? മഹാകാളിയുടെ ശബ്ദമാണ്. ഇത് എന്തിനാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? ശത്രുവിനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സിംഹഗർജനം, സിംഹത്തിന്റെ ഗർജനം കേട്ട എന്താണ്? എല്ലാവരും പേടിക്കും. അതുപോലെ പേടിപ്പിക്കാനാണ്, ശത്രുവിനെ ആദ്യം തന്നെ തളർത്തിയിടാൻ വേണ്ടിയിട്ട് ആണ് ഈ ശബ്ദം ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സാധകന്മാര് കാളിയെ ഭജിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മറ്റവർക്ക് പേടിയാണ് വരും, അവരുടെ മനസ്സിലാവും. സത്യത്തിൽ ഇതൊന്നുമല്ല യഥാർത്ഥം. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക, അലർച്ച, ഈ എനർജി റോറിങ് ആണ്. താന്ത്രിക ഇതിൽ പറയും റോറിങ് ആണത്. അപ്പൊ ഇത് നമ്മളെ ജാഗ്രത അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. നമ്മളെ വളരെ ആ ഒരു എന്ത് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിൽ നിൽക്കുന്നു ആ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു ടെക്നിക്കാണ്. അല്ല നമ്മൾ കാണുന്ന വേറൊരു സംഭവങ്ങളൊന്നുമല്ല. അത് മാത്രമല്ല, ഈ ഒരു ശബ്ദം നിങ്ങളുടെ ഉള്ളിലത്തെ കുണ്ടലിനി എനർജിനെ പെട്ടെന്ന് റൈസപ്പ് ചെയ്യും. നമ്മൾ കുണ്ടലിനി എനർജി ഉണർന്നാലേ ലൈഫിൽ സക്സസ് ആവും. കുണ്ടലിനി എനർജി വെച്ചാൽ ദൈവികമായ ഊർജ്ജമാണ്. അപ്പൊ ഈ ദൈവികമായ ഊർജ്ജം നമ്മുടെ ഉള്ളില് ഉണർന്നാലേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് സൗണ്ട്, ശബ്ദത്തോട് കൂടിയിട്ട് ആണ് ഇത്. രാക്ഷസൻ എന്താണ്? രാക്ഷസൻ എന്താണ് അർത്ഥം? നെഗറ്റിവിറ്റിയാണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ദേഷ്യമുള്ളവരെന്നാണ്. അപ്പൊ നമ്മൾ ഈ ക്രോധത്തെ അടക്കി നിർത്തുക, ക്രോധത്തെ പിടിച്ചു വെക്കുക. ക്രോധത്തെ പിടിച്ചു വെക്കുക എങ്ങനെയാണ്? ഇതിന് ഒരുപാട് മീനിങ്ങുകളുണ്ട്. ഹും ഹും, നമ്മൾ ഹും എന്ന് പറഞ്ഞു നോക്കൂ. ഹും ഹും, അതൊരു ഒരു 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 വൈബ്രേഷൻ ആണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വൈബ്രേഷൻ പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ ഒരു വൈബ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പൊ ഇത് ശ്രദ്ധിക്കാൻ, നമ്മൾ ഈ ശബ്ദം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തൈറോയിഡ്, പാരാതൈറോയിഡ് ഒക്കെ ബാലൻസ്. ഹും, നിങ്ങൾ ഉള്ളിൽ പറഞ്ഞു നോക്കൂ കണ്ണടച്ചിട്ട്. ഹും ഹും, കണ്ണടച്ച് ഒരു 11 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. പല രീതിയിൽ പറയാം. ഹം ഹം ഹം, ഹും 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 ഹും. മൂന്നും മൂന്നും പ്രത്യേകമായ വൈബ്രേഷൻസ് ആണ്. പക്ഷെ നിങ്ങളുടെ തൊണ്ടയിൽ ത്രോട്ട് ചക്ര നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആവും. റെഗുലറായി നിങ്ങളത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വോയിസ് ക്ലാരിറ്റി വരും. ഒന്ന് പറഞ്ഞു നോക്കൂ, പ്രാക്ടീസ് ചെയ്ത് നോക്കൂ കണ്ണടച്ചുകൊണ്ട്. ഹും ഹം ഹും നീട്ടിപ്പരത്തി പറഞ്ഞു നോക്കൂ. ചെയ്തു നോക്കൂ.
ഈ ഹുങ്കാരം 3,60,000 3,60,000 മന്ത്രങ്ങളുടെ ശക്തിയാണത്. അപ്പൊ എന്താണ് ഇത് പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു വൈബ് വരണം, നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ വരണം, അഗ്നി വരണം. അപ്പൊ എന്താണത്? അഗ്നി അതൊരു ഇന്നർ ഫോഴ്സ് ആണത്, ഇന്നർ ഫയർ ആണ്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഇന്നർ ഫയർ വരേണ്ടത്. അത് അപ്പർ ഡയമെൻഷനിലേക്ക്, നമ്മളെ ഹയർ ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ ഇത് കൊണ്ടുപോകും. അതുമാത്രമല്ല, നമ്മുടെ പവർ കൂട്ടാൻ തുടങ്ങും. ഇത് പറഞ്ഞു കൊണ്ടിരിക്കും തോറും നമ്മുടെ പവർ കൂട്ടാൻ തുടങ്ങും. ഇതൊരു ഡിവൈൻ പ്രോഗ്രാം ആണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച് എങ്ങനെയാണ് ഡൈജസ്റ്റ് ആവുന്നത്? അതിന് സംസ്കൃതത്തിൽ എന്താ പറയുക? ജഡാരാഗ്നി. ജഡാരാഗ്നി എന്ന് പറയും. ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ സിസ്റ്റം അഗ്നിയാണ്. അവിടെ അഗ്നി ഉണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ആവുന്നത്. അപ്പൊ ഇവിടെ മന്ത്രഹവും ശിവന്റെ എനർജിയാണ്. അഘോരികൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണത്. നെഗറ്റീവ് എനർജിനെ ഡിസ്ട്രോയ് ചെയ്യാൻ, നെഗറ്റീവ് എനർജിനെ നശിപ്പിക്കാനുള്ള ഒരു ടെക്നോളജിയാണത്. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെവിടെയാണ് അതിന്റെ പോയിന്റ്? നാഭിയിലാണ്. നാഭിയിൽ എവിടെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? നാഭിയിലാണ്. ഓക്കെ. അപ്പൊ റെഡി ആവുക, നട്ടെല്ലൊക്കെ നിവർന്നിരിക്കുക. ഇന്ന് അത് മന്ത്രം പ്രാക്ടീസ് ചെയ്യും. അതോടൊപ്പം ഞാൻ അതിന്റെ സിമ്പിൾസ് ഉണ്ട്, ചിഹ്നമുണ്ട്. ചിഹ്നം ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരും. അപ്പൊ നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നാളെ അതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഹുങ്കാരം, എന്നുള്ള ആ ശബ്ദത്തിന്റെ എഫക്ട് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാം. ഓക്കെ. നട്ടിലൊക്കെ നിവർന്നിരിക്കാം. ക്ലോസ് യുവർ ഐസ്. കൈകൾ ഹാർട്ടിൽ ടച്ച് ചെയ്യാം. ശ്രദ്ധിക്കുക, ഒരു നിമിഷം കണ്ണടയ്ക്കുന്നതിന് ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. കൈകള് ത്രീ ടൈംസ് ടച്ച് ചെയ്യുക. എന്നിട്ട് കൈനെ മേലേക്ക് ഉയർത്തുക. സർവേശ്വര ഗുരുക്കന്മാരെ, മഹാഗുരുക്കന്മാരെ, ഈ ധ്യാനക്രിയയില് എന്നെ സംരക്ഷിക്കണേ, എന്നെ അനുഗ്രഹിക്കണം. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ വീട്, എൻ്റെ വാഹനം എല്ലാം സംരക്ഷിച്ച് അനുഗ്രഹിക്കണം. ക്രൗണിന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുക. തലയുടെ മുകളിൽ കൈ വയ്ക്കുക. ശ്വാസം എടുത്ത് ശ്വാസം കൂടെ ആജ്ഞയിൽ കൊണ്ട് കൈവയ്ക്കുക. ശ്വാസം എടുത്ത് ശ്വാസം കൂടെ ഹൃദയത്തിൽ കൈവയ്ക്കുക. ശ്വാസം എടുത്ത് ശ്വാസം കൂടെ മനസ്സുകൊണ്ട് കാളി ആ എനർജി സോഴ്സിനെ നമസ്കരിക്കുക. മനസ്സുകൊണ്ട് ഡിവൈൻ മദറിനെ നമസ്കരിക്കുക. ഒക്കെ കൈകൾ ലോക്ക് ചെയ്യുക. പൂക്കളിലൂടെ വയ്ക്കുക. നാഭിയോടെ. ഹുങ്കാരം എന്ന് പറഞ്ഞാലും നമ്മൾ മന്ത്രത്തിൽ പറയുമ്പോൾ ഹും, നാഭിയിൽ ശ്രദ്ധിച്ച് ശ്വാസം ആദ്യം ഉള്ളിലേക്ക് വലിച്ച് നാഭിയിൽ നിറയ്ക്കുക. എന്നിട്ട് ശ്വാസം വിടുന്നതോടൊപ്പം നാഭി ഫുള്ളായിട്ട് ഈ ഊർജം നിറയുന്നത് ഫീൽ ചെയ്യിക്കുക. എടുക്കുക, വയർ ഫില്ല് ചെയ്യുക, വിടുക. ഓക്കെ. ഇത് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് 108 തവണയാണ്. ഞാനിവിടെ കൗണ്ടിങ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് റിലാക്സ് ആയിട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ. ഇതിൽ ഡൗട്ട് ഉണ്ടോ? വളരെ സിമ്പിൾ ആണ്. നട്ടെല്ലാം നിവർന്നിരിക്കണം, റിലാക്സ്ഡ് ആയിട്ടിരിക്കണം, മൈൻഡ് ഫ്രീ ആയിരിക്കണം. ഈ കാളി എനർജിയെ മനസ്സുകൊണ്ട് നമ്മൾ നമസ്കരിച്ച് ആ ഊർജത്തെ സ്വീകരിക്കാൻ തയ്യാറാകും. ആ ഊർജത്തെ നമ്മൾ ശ്വാസത്തോടെ എടുത്തു നാഭിയിലേക്ക് കൊണ്ടുവന്നു. ശ്വാസം വിട്ടുകൊണ്ട്, അതായത് നാഭിയിൽ നിന്ന് ഊർജം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ചക്രങ്ങൾ കംപ്ലീറ്റ് ആക്ടിവേറ്റ് ആവും. നമ്മുടെ ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആവും. നമ്മുടെ സിസ്റ്റം ഫുള്ളി ആക്ടിവേറ്റ് ആവും. ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഈ നിമിഷം മുതൽ അനുഭവിക്കാൻ പറ്റും. ഇന്നർ പവർ നമ്മുടെ സ്ട്രെങ്തൻ ചെയ്യും, വളരെ സ്ട്രോങ് ആവും. നമ്മൾ ഓരോ പ്രവൃത്തിയും വളരെ കൃത്യനിഷ്ഠയോട് കാര്യങ്ങളോട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഇത് 21 ദിവസത്തെ ഒരു പ്രാക്ടീസ് ഷെഡ്യൂളാണ് ഇതുള്ളത്. ഞാനിതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ശരിയായ ലെവലിൽ ഇപ്പൊ ചെയ്യാൻ ഞാനത് എനിക്ക് കാണാനും അറിയാനും വേണ്ടിയിട്ടാണ്. നട്ടെല്ല് നിവർന്നിരിക്കണം, താടി സ്വല്പം താഴ്ത്തിയിരിക്കുക, റിലാക്സ്ഡ് ആയിട്ട്. ഇതിൽ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ.
പ്ലീസ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന പോലെ വോയിസ് ശബ്ദത്തിൽ പറയണമെന്നില്ല. കാരണം നിങ്ങൾ പല പല അസൗകര്യങ്ങൾ, പ്രശ്നങ്ങളും കാര്യങ്ങളും. ഞാനത് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് വോയിസ് പറയുന്നത്. പറയാൻ പറ്റുന്നവർക്ക് പറയാം. ശബ്ദം താഴ്ത്തി മനസ്സിൽ പറയുന്നതാണ് ഏറ്റവും പവർഫുൾ ആയ. ഇൻഹേൽ. പ്ലീസ് കണ്ടിന്യൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ വാച്ച് ചെയ്യാം. നിങ്ങളുടെ ഓറ, നിങ്ങളുടെ ചക്രങ്ങളുടെ വ്യത്യാസം എനിക്ക് കാണാൻ കഴിയും. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ശ്വാസം എടുത്തു, വയറ് വികസിച്ചു. വയറ് ശ്വാസം വിട്ട് വയറുള്ളിലേക്ക് വലിച്ചുകൊണ്ട് മാകാളി മന്ത്രം ജപിക്കുക. പ്ലീസ് സ്റ്റാർട്ട്. നട്ടിൽ നിന്ന് ഓർന്നിരിക്കട്ടെ.
പർട്ടിക്കുലർ പോയിന്റിൽ തന്നെ ശ്രദ്ധിക്കുക, നാഭിയിൽ തന്നെ ശ്രദ്ധിക്കുക. മാ കാളിയുടെ അനുഗ്രഹം ഈ ധ്യാനത്തില് പങ്കെടുത്ത് നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കട്ടെ. സാവധാനം തിരിച്ചു വരാം. 10, 9, 8, 7, 6, 5, 4, 3, 2. Please come back and open your eyes. കണ്ണ് തുറക്കുക. നമസ്കാരം എല്ലാവർക്കും. കൈകൾ കൂട്ടിത്തരുന്നു. ഓക്കെ, ഓപ്പൺ യുവർ ഐസ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ നാഭി പൊക്കിളുടെ ആ പോയിന്റിലാണ് ഈ ഒരു മന്ത്ര ധ്യാനം നടത്തേണ്ടത്. ശ്രദ്ധിക്കേണ്ട നട്ടെല്ല് നിവർന്നിരിക്കണം, റിലാക്സ്ഡ് ആയിരിക്കണം. വയറ് ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ് വളരെ ഫലപ്രദമായിട്ട് എഫക്റ്റ് വരാം. ഞാനത് എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഒരു 21 ദിവസത്തെ സാധന നിങ്ങൾക്ക് നൽകും. 21 ദിവസം കറക്റ്റായിട്ട് എല്ലാം കൂടി ചേർന്നിട്ട് ചെയ്താൽ മതി. ഇത് പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഓരോ ചക്രങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ എനർജി വൈബ്രേഷൻ നിങ്ങൾ മറ്റു ചക്രത്തിലേക്ക്, നിങ്ങളുടെ എനർജി ബോഡിയിലേക്ക്, ഫിസിക്കൽ ബോഡിയിലേക്ക്, മെന്റൽ ബോഡിയിലേക്ക് എങ്ങനെ എഫക്റ്റ് ആവുന്നു. ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല വൈബ്രേഷൻ എങ്ങനെ. റിലേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഹൈ വൈബ്രേഷൻ ആയിരുന്നു. ഓക്കെ, ഒരു ശരിക്കും ആ ഒരു എനർജി നമ്മുടെ സിസ്റ്റത്തിൽ ശരിക്കും ഫീൽ ചെയ്യും. നമുക്ക് വൈബ് അറിയാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. കറക്റ്റ്. സാബു എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഇതായിരുന്നു. ശരിക്ക് കൊടുങ്ങളെല്ലാം വരാൻ കണ്ട പോലെ തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? ഫീൽ ചെയ്യാൻ പറ്റും, അതാണ് പ്രത്യേകത. ഓക്കെ, റൈറ്റ്. എങ്ങനെയുണ്ടായിരുന്നു ശ്രീബിൻ? എങ്ങനെയുണ്ടായിരുന്നു ഉദയ്? ശ്രീബിൻ പറയൂ. സാർ നന്നായി ശാന്തമായാൻ പറ്റി. പിന്നെ റിലാക്സ് ആയ പോലെ അല്ലെ? മൊത്തത്തിൽ പ്യൂരിഫിക്കേഷൻ നടക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സാർ ഇത് ഡെയിലി ചെയ്യാറില്ലേ? വെരി ഗുഡ്. ചെയ്യാം. ഇത് നമ്മളത് ഒരുമിച്ച് ചെയ്താൽ മതി. അതായത് നാളെയും നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ ഒരു സിസ്റ്റം ആക്കി തരുന്നു ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ എല്ലാം കൂടി കോമ്പിനേഷൻ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല എഫക്റ്റ് ആയിരിക്കും. കഴിയുമ്പോഴേക്ക് നമ്മൾ ഭയങ്കര ഫ്രീ ആവും കേട്ടോ. ചെയ്യേണ്ടെന്നല്ല, ചെയ്തോളൂ. പക്ഷെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കൂടി ചേർന്ന് ചെയ്യുമ്പോൾ നമ്മളൊരു എന്താ പറയാ, ഒരു സാമ്പാർ പോലെ ഓരോന്നോരോന്ന് കഴിക്കുന്നതും ഒരുമിച്ച് ആ കോമ്പിനേഷൻ കിട്ടിയിട്ട് കഴിക്കുന്ന പോലെ കേട്ടോ. റൈറ്റ്. ഉദയ് എങ്ങനെയുണ്ടായിരുന്നു? ഉദയ് നല്ല ഫീലിംഗ് ആയിരുന്നു. മനസ്സിലാവുന്നില്ലേ? നമ്മൾ 2 ദിവസമായി ക്ലാസ്. മനസ്സിലാവുന്നില്ലേ? ഫീൽ ചെയ്യുന്നില്ലേ? അറിയുന്നില്ലേ? സിമ്പിൾ ആയിട്ടല്ലേ ഞാൻ എടുക്കുന്നത്? സിമ്പിൾ ആണ്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.